നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ബ്രഹ്മയുഗത്തിലൂടെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ 14ാമത്തെ മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടുന്നത്. മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടുന്ന അഭിനേതാവ് മമ്മൂക്ക തന്നെയാണ്. 10ലേറെ തവണ മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടിയ ഒരേ ഒരു നടൻ മാത്രമേ മലയാളത്തിലുള്ളൂ, അത് മമ്മൂക്കയാണ്. ബ്രഹ്മയുഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ആദ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഫിലിംഫെയർ പുരസ്കാരവും ലഭിച്ചു. അദ്ദേഹത്തിന് എന്തായാലും ദേശീയ പുരസ്കാരവും ലഭിക്കുമെന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും കരുതുന്നതും. കാരണം അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായതും ഏറ്റവും ഗംഭീരമായതുമായ പ്രകടനമാണ് അദ്ദേഹത്തിന്റെ 73ാമത്തെ വയസ്സിൽ ബ്രഹ്മയുഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ കരിയർ എടുത്ത് പരിശോധിച്ചാൽ അത്ഭുതം തോന്നുന്നൊരു കാര്യം അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അദ്ദേഹത്തിനോടൊപ്പമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലോ സിനിമയിലേക്ക് വന്ന ഇപ്പോഴത്തെ പല സീനിയർ താരങ്ങൾക്കും ഇല്ലാത്ത കൺസിസ്റ്റൻസിയാണ് അദ്ദേഹം അഭിനയത്തിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 80കളുടെ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ 80കളുടെ ആദ്യ പകുതി പിന്നിട്ട സമയം തൊട്ട് തന്നെ മമ്മൂക്ക അഭിനയത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തിയിട്ടുള്ളതാണ്. അത് കൊമേഴ്സ്യൽ സിനിമകളിലാണെങ്കിലും സമാന്തര സിനിമകളിലാണെങ്കിലും അദ്ദേഹം അങ്ങനെ ഞെട്ടിച്ചിട്ടുണ്ട്. തനിയാവർത്തനവും വിധേയനും അതുപോലെ വടക്കൻ വീരഗാഥയും തുടങ്ങി ഒരുപാട് സിനിമകൾ 80കൾ 90 കാലഘട്ടങ്ങളിലുണ്ട്. പിന്നീട് അംബേദ്കറിലൂടെ അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് 2000കളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒത്തിരി നല്ല പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. കാഴ്ചയാണെങ്കിലും അതുപോലെ പാലേരി മാണിക്യമാണെങ്കിലും ഒക്കെ അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ച പ്രകടനം നടത്തിയിരുന്നു. പിന്നീട് 2010 ശേഷം അദ്ദേഹം പത്തേമാരി അതുപോലെ വർഷം, പേരൻപ്, ഉണ്ട തുടങ്ങിയ സിനിമകളിലൂടെയൊക്കെ നമ്മളെ ഞെട്ടിച്ച പ്രകടനം നടത്തിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പീക്കായിട്ടുള്ള പെർഫോമൻസുകൾ പലതും വന്നത് 2020 ശേഷമാണ്. നൻപകൽ നേരത്ത് മയക്കമാണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും റോഷാക്ക് ആണെങ്കിലും ഒക്കെ നമ്മൾ അതുവരെ കാണാത്ത ഒരു മമ്മൂട്ടിയാണ് സ്ക്രീനിൽ കണ്ടത്. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ മമ്മൂട്ടിക്കല്ലാതെ പീക്ക് ടൈമിൽ ഗംഭീര പ്രകടനം നൽകി 3ഓളം ദേശീയ അവാർഡുകളും ഏതാണ്ട് 5ഓളം സംസ്ഥാന പുരസ്കാരങ്ങളും നേടിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു അവസാന കാലത്തേക്ക്, അതായത് 65 വയസ്സിന് ശേഷമൊക്കെ ഇത്രയേറെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ നൽകിയ മറ്റൊരാൾ തന്നെ ഇല്ല. നമ്മൾ മുൻപ് ഒന്നും കണ്ടൊരു മമ്മൂട്ടി അല്ല നമ്മൾ ബ്രഹ്മയുഗത്തിലോ അല്ലെങ്കിൽ നൻപകൽ നേരത്തെ മയക്കത്തിലോ അതല്ലെങ്കിൽ റോഷാക്കിലോ ഒന്നും കാണുന്നത്. സിനിമയ്ക്ക് ക്വാളിറ്റി ഉണ്ട്, സിനിമ വളരെ പുതുമയാർന്ന അനുഭവം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അത് അങ്ങനെയാക്കി മാറ്റുന്നത് മമ്മൂട്ടി എന്ന അഭിനേതാവാണ്. നമുക്കറിയാം, മലയാള സിനിമയിലാണ്, ഇന്ത്യൻ സിനിമയിലെ മൊത്തത്തിലുള്ള കാര്യം എടുത്താൽ ഏറ്റവും മികച്ച അഭിനേതാക്കൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിവിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് മോഹൻലാലിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിനേതാവ് ഇന്ത്യൻ സിനിമയിലേ ഇല്ല. അത്രയേറെ സ്വാഭാവികമായി അഭിനയിക്കാൻ കഴിവുള്ള താരമാണ്, നടനാണ് ലാലേട്ടൻ. പക്ഷെ മമ്മൂക്കയുടെ കാര്യം എടുക്കുമ്പോൾ മോഹൻലാലിനേക്കാൾ കുറച്ചുകൂടെ മുകളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കൺസിസ്റ്റൻസിയാണ്. ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് തന്നിലെ നടനെ തൃപ്തിപ്പെടുത്താൻ അന്നും ഇന്നും ഒരുപോലെ ശ്രമിക്കുന്ന നടനാണ് മമ്മൂട്ടി. ഇനിയും അദ്ദേഹം എത്ര കാലം സിനിമയിലുണ്ടോ ആ കാലമെല്ലാം മമ്മൂട്ടി എന്ന അഭിനേതാവ് അയാളിലെ നടനെ തൃപ്തിപ്പെടുത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും ഗംഭീര പ്രകടനങ്ങളാണ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ നേടിയ നടനായി മമ്മൂട്ടി മാറുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഫിലിംഫെയർ പുരസ്കാരങ്ങളുടെ കാര്യം മാത്രം എടുത്താൽ 80കളിൽ അദ്ദേഹം മികച്ച നടനുള്ള പുരസ്കാരം ഫിലിംഫെയർ വേദിയിൽ നേടിയിട്ടുണ്ട്. 90കളിലുണ്ട്, 2000കളിലുണ്ട്, 2010 ശേഷമുണ്ട്, 2020 ശേഷവുമുണ്ട്. മമ്മൂട്ടിക്കല്ലാതെ മലയാള സിനിമയിൽ നിന്ന് മറ്റൊരു അഭിനേതാവിനും ഇത് അവകാശപ്പെടാൻ കഴിയില്ല. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ മമ്മൂട്ടി അല്ലാതെ മറ്റൊരാളും അങ്ങനെ ഉണ്ടാവുകയുമില്ല. കമൽഹാസനാണ് 20ഓളം തവണ ഫിലിംഫെയർ പുരസ്കാരം നേടിയത്. പക്ഷേ കമൽഹാസൻ തന്നെ 2020 ശേഷം അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ ആ ഒരു പുരസ്കാരം നേടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് മമ്മൂട്ടി ഏറ്റവും മികച്ച, ഏറ്റവും ഗംഭീരനായ ഒരു നടനായി മാറുന്നത്. ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരത്തിന്റെ കാര്യം എടുത്താലും മമ്മൂട്ടിയോളം അവാർഡുകൾ വാരിക്കൂട്ടിയ മറ്റൊരു നടനില്ല. 7 തവണയാണ് അദ്ദേഹം മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത്. അതിൽ 2 തവണ എന്ന് പറയുന്നത് 2020 ശേഷമാണ്. നൻപകൽ നേരത്ത് മയക്കത്തിലൂടെയും അതുപോലെ ബ്രഹ്മയുഗത്തിലൂടെയും മമ്മൂട്ടി അത് സ്വന്തമാക്കി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ മലയാള നടൻ മമ്മൂട്ടിയാണ്. മലയാളത്തിൽ നിന്ന് വേറൊരു നടനും 3 തവണയോളം മികച്ച നടനുള്ള പുരസ്കാരം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ തവണ ദേശീയ അവാർഡ് നേടിയത് ലാലേട്ടനാണ്. ലാലേട്ടന് പല കാറ്റഗറിയിലായിട്ടാണ് ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. മികച്ച നടനുള്ള പുരസ്കാരം 2 തവണയായിരുന്നു. എന്നാൽ മമ്മൂക്കയുടെ കേസിൽ മികച്ച നടനുള്ള പുരസ്കാരം 3 തവണയാണ് നേടിയിട്ടുള്ളത്. വേറൊരു കാറ്റഗറിയിൽ മമ്മൂക്ക പുരസ്കാരം നേടിയിട്ടില്ല. ബ്രഹ്മയുഗത്തിലൂടെ ഉറപ്പായും അദ്ദേഹം 4ാം തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടേണ്ടതാണ്. അപ്പോൾ ഈ ബെസ്റ്റ് ആക്ടർ കാറ്റഗറി നോക്കുമ്പോൾ തന്നെ മമ്മൂക്കയോളം പുരസ്കാരം നേടിയ മറ്റൊരു അഭിനേതാവ് മലയാളത്തിലില്ല. മികച്ച നടനായി അദ്ദേഹം ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുത്തു എന്നതിനർത്ഥം ഏറ്റവും മികച്ച പ്രകടനം അദ്ദേഹം ഏറ്റവും കൂടുതൽ തവണ നടത്തി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും മമ്മൂക്കയുടെ മൂവി സെലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും പുതിയത് ചൂസ് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതായത് എന്തെങ്കിലും
പുതിയതായിട്ട് തൻ്റെ കഥാപാത്രത്തിനുണ്ടോ, താൻ ഇതുവരെ ചെയ്തു വെക്കാത്ത എന്തെങ്കിലും ഒന്ന് പുതിയതായി അവതരിപ്പിക്കാനുണ്ടോ എന്ന് തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് നൻപകൽ നേരത്തെ മയക്കമൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു കഥാപാത്രത്തെ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അതിലൊരു പ്രകടനത്തെ എടുത്ത് നോക്കിയാൽ, അതിൽ മമ്മൂട്ടി എന്ന അഭിനേതാവിനെ നമ്മൾ കാണുമ്പോൾ മുൻപെങ്ങും നമ്മൾ അത്തരത്തിലൊരു മമ്മൂട്ടിയെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കും. അത് തന്നെയാണ് ഭ്രമയുഗത്തിലും. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയായും ചാത്തനായും മമ്മൂട്ടി സ്ക്രീനിലെത്തുമ്പോൾ മുൻപ് എവിടെയും കാണാത്ത മമ്മൂട്ടിയെ, മുൻപ് എവിടെയും മമ്മൂട്ടിയിൽ നിന്ന് വരാത്ത തരത്തിലുള്ള ഡയലോഗുകൾ, അതുപോലെ തന്നെ മുൻപ് എങ്ങും കാണാത്ത തരത്തിലുള്ള ചിരി, നോട്ടം, ഭാവങ്ങൾ, ഇതെല്ലാം മമ്മൂട്ടിക്ക് നൽകാൻ കഴിയുന്നുണ്ട്. ഒരു നടൻ ഏറ്റവും മികച്ചതായി മാറുന്നത് അയാളെ ആവർത്തിക്കാതിരിക്കുമ്പോഴാണ്. നടനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അയാൾ വളരെയധികം പരിമിതിയുള്ള ഒരു അഭിനേതാവായി മാറുകയാണ്. നമുക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം നേടുന്ന പുരസ്കാരങ്ങൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ശ്രദ്ധ കൊണ്ടുകൂടിയാണ്. മമ്മൂട്ടി എന്ന നടനെ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ കയ്യടി കൊടുക്കേണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഇത്രയേറെ പുരസ്കാരങ്ങൾ ലഭിക്കുന്നതും. ഭ്രമയുഗം തേരോട്ടം ആരംഭിച്ചിട്ടേ ഉള്ളൂ. കാരണം ഒരു നടനെന്ന നിലയ്ക്ക് നേടാവുന്ന പരമാവധി പുരസ്കാരങ്ങളൊക്കെ ഭ്രമയുഗത്തിലൂടെ അദ്ദേഹത്തിന് ലഭിക്കണമെന്നാണ് പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അത് ലഭിക്കേണ്ടത് തന്നെയാണ്. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ഫിലിംഫെയർ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ദേശീയ പുരസ്കാരം കൂടെ നേടിയാൽ ഒരുപക്ഷേ ആ യാത്ര പൂർത്തിയാകുമെന്ന് ഉറപ്പിക്കാം. ഭ്രമയുഗത്തിലെ മമ്മൂട്ടിക്കല്ലാതെ മറ്റൊരു നടനും ആ ഒരു പുരസ്കാരത്തിന് ഈ വർഷം അർഹതയില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായ അഭിപ്രായം. മമ്മൂട്ടി എന്തായാലും അത് നേടട്ടെ. മലയാളത്തിൽ മമ്മൂട്ടിയോളം മികച്ചതായി മറ്റൊരു നടനില്ല എന്ന് അടിവരയിട്ട് പറയേണ്ട സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. തന്നേക്കാൾ മുൻപ് വന്നവരെയും തന്നോടൊപ്പം വന്നവരെയും തനിക്ക് ശേഷം വന്നവരെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് മമ്മൂട്ടി എന്ന മഹാനടൻ മുന്നേറുക തന്നെയാണ്. അംഗീകാരങ്ങൾ അദ്ദേഹം വാരി കൂട്ടുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ മനസ്സും കവർന്നാണ് അദ്ദേഹം മുന്നേറുന്നത്. മികച്ച സിനിമയുടെ ഭാഗമാവുക എന്നതിനപ്പുറത്തേക്ക് മികച്ച അഭിനയം തന്നിൽ നിന്ന് വരിക എന്നുള്ളതും, തന്നിലെ നടനെ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതും, പ്രേക്ഷകന് തന്നിൽ നിന്ന് എന്തെങ്കിലും പുതിയതായി നൽകുക എന്നുള്ളതുമൊക്കെ മമ്മൂട്ടി എന്ന അഭിനേതാവിൻ്റെ ലക്ഷ്യം തന്നെയാണ്. ആ ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് മമ്മൂക്കയുടെ ഓരോ സിനിമകളും പുറത്തേക്ക് വരുന്നത്. ഏതായാലും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് മമ്മൂട്ടി ഇനിയും മുന്നേറും. അംഗീകാരങ്ങൾ ആ ഒരു മഹാനടനെ തേടിയെത്തട്ടെ.